എല്ലാവർക്കും നമസ്കാരം. ഒരു മണാലി യാത്രയുടെ ഡേ 1 പാർട്ട് 2 സ്വാഗതം. കുറേ നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം ആ കാണുന്ന പെൺകുട്ടി വിളിച്ചു പറഞ്ഞു നമുക്ക് ഫ്ലൈറ്റ് കയറാനുള്ള സമയമായി, എല്ലാവരും റെഡി ആയിക്കോ. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് പൊക്കോണ്ടിരിക്കുക. പോകുമ്പോൾ നമ്മുടെ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റിലേക്ക് ഇങ്ങനെ കയറാനായിട്ട് ഒരു വലിയ ബ്രിഡ്ജ് വെച്ചിട്ടുണ്ട്, കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെയും ക്യൂ നിന്ന് കയറിക്കൊണ്ടിരിക്കുക. ക്യൂ നിൽക്കുമ്പോൾ ഓർമ്മ വരിക അസംബ്ലിക്ക് സ്കൂളിൽ നിൽക്കുന്ന പോലെ ഓർമ്മ വരുന്നത്. കുറേ നടന്നതിന് ശേഷം അവിടെ അറ്റത്തെത്താൻ നേരത്തെ ചെറിയൊരു ചെക്കിംഗ് ഉണ്ട്. നമ്മുടെ ടിക്കറ്റൊക്കെ ഉണ്ടോ, ID പ്രൂഫൊക്കെ ഉണ്ടോ എന്ന് ജസ്റ്റ് ഒരു ചെക്കിങ്, അധികം നേരമൊന്നുമില്ല, ജസ്റ്റ് ഒരു ചെക്കിങ് മാത്രം. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് 5 പേരും ഫ്ലൈറ്റിൽ കയറാണ്. ഇതിന് മുന്നേ ഫ്ലൈറ്റിൽ സ്ഥിരം പോകുന്നവരുണ്ടാവും, പക്ഷെ ഞങ്ങൾക്കിത് ഫസ്റ്റ് ടൈമാണ്. അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങൾ ഡൽഹിയിലേക്ക് പോകാനാണ് ഫ്ലൈറ്റ് കയറിയത്. കുളു മണാലിയാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഡൽഹി ചെന്നിട്ട് അവിടെ നിന്ന് ബസ്സിലാണ് പോകുന്നത്. ആദ്യമായിട്ട് കയറിയതിൻ്റെ ഒരു ത്രില്ലിലാണ് കിങ്ങിണിയൊക്കെ നിൽക്കുന്നത്. അവളെപ്പോഴും ദിമാനം, അമ്മേ ദിമാനം, അച്ഛാ ദിമാനം ഇങ്ങനെ എപ്പോഴും പറയും. അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഞങ്ങൾ സീറ്റൊക്കെ നോക്കി സീറ്റിലൊക്കെ ഇരുന്നു. അപ്പോൾ കുറച്ച് പുക ഇങ്ങനെ വരുന്നുണ്ട്. സംഭവം വേറെ ഒന്നുമല്ല, ജസ്റ്റ് ഒരു റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ വിടുന്നതാണ് എന്നാ പറഞ്ഞ്. ഫ്ലൈറ്റൊക്കെ എടുത്തു. ഞങ്ങൾക്ക് വീഡിയോ അതെടുക്കാൻ പറ്റില്ല, കാരണം രാത്രിയിലായിരുന്നല്ലോ. കുറേ നല്ല ഹൈറ്റിലെത്തിയിട്ട് സ്നാക്സ് കഴിക്കാമെന്നും പറഞ്ഞത് ഈ പറഞ്ഞ ബിങ്കോ എടുത്തപ്പോഴാണ് ഇങ്ങനെ പന്ത് പോലെ ഇരിക്കുന്നത് ഗൈസ്. കാരണം ഫുള്ള് ഗ്യാസ് നിറഞ്ഞിട്ട് പൊട്ടിക്കാൻ പോലും പറ്റില്ല. അങ്ങനെയൊക്കെ ഇങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഇങ്ങനെ ഒന്ന് ഉറങ്ങി. ഡൽഹി എത്താൻ നേരത്ത് നമ്മളവളെ വിളിച്ചു. അവിടെ എത്തി, ഞങ്ങൾ ഇറങ്ങി. ഒരുപാട് ഫ്ലൈറ്റ് വന്ന് കിടപ്പുണ്ട്. അമ്മയൊക്കെ അമ്മ മാത്രമല്ല, ഞങ്ങളെല്ലാവരും ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു ത്രില്ലിലാണ്. കാരണം അങ്ങനെയാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. വലിയ വലിയ ടയറുകളാണ്, വലിയ ഫ്ലൈറ്റാണ്. ഇതിൻ്റെ അടിയിലൊക്കെ നിൽക്കുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെയൊക്കെ വലുപ്പം അറിയുന്നത്. കേൾക്കുമ്പോൾ കുറേ പേർക്കെങ്കിലും കുറച്ച് ബോറടിക്കും, കാരണം നിങ്ങൾ സ്ഥിരം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. പക്ഷെ ഞങ്ങൾക്കിത് ഫസ്റ്റ് ടൈമാണ്. കുറച്ച് നടന്നതിന് ശേഷം ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബസ് നമ്മളെ വന്ന് പിക്ക് ചെയ്തു. ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഉള്ളിൽ കൂടെ കുറേ ഇങ്ങനെ ഓടിയതിന് ശേഷമാണ് ഞങ്ങൾ ആ സ്പോട്ടിൽ കൊണ്ടിറക്കി. കുറേ ഫ്ലൈറ്റ് പോകാനുള്ളതും വരാനുള്ളതും അങ്ങനെ കുറേ കിടപ്പുണ്ട് അവിടെ. ഓരോ ഗേറ്റും ഓരോരോ ഗേറ്റിൻ്റെ അവിടെ ഇങ്ങനെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കറക്റ്റ് എന്തോ G4 അങ്ങനെ എന്തോ ആയിരുന്നു. പക്ഷെ കുറേ ഇങ്ങനെ കറങ്ങി. അവസാനം ഞങ്ങളുടെ ലഗേജ് എടുക്കാൻ വേണ്ടി ആ കറക്റ്റ് സ്പോട്ടിൽ തന്നെ അവർ കൊണ്ട് ഇറക്കി. ഏട്ടൻ ലഗേജ് കളക്ട് ചെയ്യുന്ന ഒരു സീനാണ് കാണുന്നത്. കാരണം നമ്മൾ എത്തുമ്പോഴത്തേക്കും നമ്മുടെ ലഗേജ് ഇങ്ങനെ കറങ്ങി എത്തും. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഞങ്ങൾ യൂബർ ബുക്ക് ചെയ്തു റൂമിലേക്ക് പോകാനായിട്ട്. അടുത്ത് തന്നെ കിട്ടി. അതിൻ്റെ യൂബറിൻ്റെ ചാർജ് സൈഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഡേ 2 വീഡിയോ കാണാനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.